നമുക്ക് നൽകിയ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God that once again the Lord has given us this opportunity to come to His presence. നാം ഈ പഠനത്തിന്റെ ഒടുവിലത്തെ ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. We have today come to the last lesson in our Bible class. കഴിഞ്ഞ ദിവസങ്ങളിൽ യഥാർത്ഥ ആത്മീയ ഉണർവിനെ കുറിച്ചുള്ള പല പാഠങ്ങൾ നമ്മൾ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നു. The past days we could think about the various foundational truths about true spiritual revival. ഈ പാഠങ്ങൾ പ്രായോഗികമാക്കി ഉണർവോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. And may the Lord enable us to practice what we have learned and live for His glory. ഇന്ന് രാത്രിയിൽ ദൈവവചന ശുശ്രൂഷിക്കാനായിട്ട് നിൽക്കുമ്പോൾ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം എന്റെ മനസ്സിലേക്ക് വരുന്നു. As I stand here with the word of God, Matthew chapter 24 and verse 42 comes to my mind. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായകൊണ്ട് ഉണർന്നിരിപ്പിൻ. And there we read that because we do not know when our Lord is going to come, let us be awakened. ഈ ദിവസങ്ങളിൽ നാം കേട്ട പാഠങ്ങൾ ഉൾക്കൊണ്ട് ഉണർന്നാൽ നമ്മുടെ കർത്താവിനെ നമുക്ക് എല്ലാ ഉണർവോടും കൂടെ സ്വീകരിക്കാനായിട്ട് സാധിക്കും. And so if we are able to take these lessons to heart, then if our Lord is coming, we will be awakened and we will be alert for His coming. അതുകൊണ്ട് കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കേട്ട വചനത്തോട് അനുസരണം സൂക്ഷിക്കേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. And so may the Lord enable us to be obedient to the word of God that we have heard. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു നിർത്തിയത് ഉപദേശപരമായും ജീവിതപരമായും വിശുദ്ധിയിൽ ജീവിക്കുന്നതാണ് ആത്മീക ഉണർവ് എന്നുള്ള സത്യമായിരുന്നു. In the past classes we heard that it is the sign of true spiritual revival is when we live doctrinally according to God's word and when our lives are reflecting the word of God. അതുകൊണ്ട് നമുക്ക് വിശുദ്ധിയോടെ കർത്താവിന് വേണ്ടി ഉണർന്നു ജീവിക്കുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. And so may the Lord enable us to live for the Lord with holy lives. ഉപദേശപരമായും ജീവിതപരമായും എന്ന ആ വിഭജനത്തെ കുറിച്ച് ചുരുങ്ങിയ വാക്കുകൾ ഓർപ്പിച്ച് ഞാൻ ഇന്ന് അടുത്ത പാഠത്തിലേക്ക് കടക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. I want to quickly touch upon those two divisions that we spoke about doctrinally and also living holy lives. ഈ വിശുദ്ധ ജീവിതത്തെ നമ്മുടെ കർത്താവാണ് ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചത്. Holy life, it is the Lord who separated them in these two methods. മർക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ നാം ആ വിഭജനം വായിക്കുന്നു. We see that in Mark's Gospel chapter 8 and verse 15. അവൻ അവരോട് നോക്കുവിൻ, പരീശന്മാരുടെ പുളിച്ചമാവും ഹേരോദാവിന്റെ പുളിച്ചമാവും സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് കൽപ്പിച്ചു. He was giving orders to them saying, watch out, beware of the leaven of the Pharisees and the leaven of Herod. പുളിപ്പ് അശുദ്ധിയെ കുറിക്കുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. I don't need to say, emphasize that leaven is pointing to uncleanness in life. പരീശന്മാരുടെ പുളിച്ചമാവ് ദുരുപദേശവും കപടഭക്തിയുമാണ്. The leaven of the Pharisees is talking about hypocrisy and unfaithfulness to God. സമയം ലാഭിക്കാനായിട്ട് രണ്ട് റെഫറൻസുകൾ മാത്രം ഞാൻ പറഞ്ഞു പോകുന്നു. Let us look at two references. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യവും ലൂക്കോസ് 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യവും. Matthew chapter 16 and verse 12 and Luke chapter 12 and verse 1. ഈ വേദഭാഗത്ത് പരീശന്മാരുടെ പുളിച്ചമാവ് ദുരുപദേശവും കപടഭക്തിയുമാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ കാണുകയാണ്. And there we see that it is very clearly said that the leaven of the Pharisees are talking about the hypocritical life of these people.
ഉപദേശപരമായി വിശുദ്ധി സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. It is very important that we keep holiness in regard to doctrine. വ്യക്തിപരമായിട്ടും സഭാസംബന്ധമായിട്ടും അത് നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. Personally and also as an assembly, we need to beware of that. പെർഗമോസ് സഭയിൽ ഉപദേശപരമായ അശുദ്ധിയായിരുന്നു. In the church of Pergamos, we see there that they had doctrinal unholiness. വെളിപ്പാട് 2:14 വാക്യത്തിൽ നാം ഇത് വായിക്കുന്നുണ്ട്. We read that in Revelation chapter 2 and verse 14. ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന ആളുകൾ പെർഗമോസിൽ ഉണ്ടായിരുന്നു. There were people in Pergamos who held on to the teaching of Balaam. ബിലയാമിന്റെ ഉപദേശത്തിന്റെ ഏറ്റവും ചുരുക്കം ആരെയും കല്യാണം കഴിക്കാം എന്നുള്ളതാണ്. The simple way of explaining the teaching of Balaam is that you can marry anyone you want. ഈ ദുരുപദേശം ഇന്ന് ദൈവജനത്തിന്റെ മധ്യേ എത്രയോ വ്യാപകമായിട്ട് കാണുകയാണ്. And this false teaching, we find it very popular among God's children today. അത് പല സഭകളും സ്വീകരിക്കുന്നത് പോലെ കാണുകയാണ്. And many churches, we see that they are accepting this type of teaching. ആ സഭയ്ക്ക് ഒരിക്കലും ഉപദേശപരമായി വിശുദ്ധി സൂക്ഷിക്കാനായിട്ട് സാധിക്കും. And those churches, they will not be able to maintain the holiness of doctrine in their midst. നിക്കോലാവി ഉപദേശം കർത്താവ് പഠിപ്പിച്ച ദാസ നേതൃത്വത്തിന് നേരെ എതിരാണ്. And the teaching of the Nicolaitans, it is against the servant teaching that the Lord had spoken about. ആടുകളുടെ മേൽ തങ്ങളെ തന്നെ ഉയർത്തുന്ന ഏറ്റവും സങ്കടകരമായ സ്ഥിതിയാണ്. It is a very sad state where they are lifting themselves above the flock. ക്രിസ്തീയ കോളത്തിൽ അത് എത്രയോ വ്യാപകമായിട്ട് നമ്മൾ കാണുകയാണ്. In Christendom, we find this is commonly seen today. നമുക്കറിയാം, നമ്മുടെ കർത്താവും ശിഷ്യന്മാരും ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അവരിൽ കർത്താവ് ആരാണെന്ന് പോലും ഒരാൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു. When the Lord and the disciples were walking together, there it was not easy for them to quickly understand even the Lord. അതുകൊണ്ടാണല്ലോ യൂദ കർത്താവിനെ ഒറ്റുകൊടുക്കാനായിട്ട് ആവശ്യം വന്നത്. And that is why Judah had to point out the Lord to betray him. ഇന്ന് ക്രിസ്തീയ സഭാ മേഖലയിലേക്ക് നോക്കിയാൽ നേതാക്കന്മാരെ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാം. Today in Christendom, if we look at the leaders, we can very quickly identify them. പ്രിയപ്പെട്ടവരെ, ദാസ നേതൃത്വം എന്നുള്ള മനോഹരമായ പാഠം ഇവിടെ ഉൾക്കൊണ്ട് നാം പ്രായോഗികമാക്കേണ്ടിയിരിക്കുന്നു. We need to understand and realize the wonderful concept of servant leadership and absorb that into our lives. ഈ വിഷയത്തിൽ നല്ല ഉപദേശമാണ് നമ്മൾ സഭയായിട്ട് സൂക്ഷിക്കുന്നത്. And in this subject, we keep a very pure doctrine. പക്ഷെ പ്രായോഗിക തലത്തിൽ നമ്മൾ തെറ്റിപ്പോകാതിരിക്കാനായിട്ട് വേറിട്ടുള്ള സൂക്ഷ്മത ആവശ്യമാണ്. But in the practical life, we need to be more careful so that we do not go wrong. ഹേരോദാവിന്റെ പുളിച്ചമാവ് ദുർനടപ്പാണ്. The leaven of Herod is immoral life. മർക്കോസ് സുവിശേഷം 6-ാം വാക്യത്തിൽ നാം ഇത് വായിക്കുന്നുണ്ട്. We read that in Mark's Gospel, chapter 6 and verse 8. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. I don't want to go into the explanation tonight. അറിയാം, ഈ ദുർനടപ്പിന്റെ അശുദ്ധി ബാധിച്ച പല സഭകളെയും നമുക്ക് തിരുവഴുത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു. There are many churches that we see in God's word that were affected by unholiness. കൊരിന്ത് സഭയിൽ അതുണ്ടായിരുന്നു. In the Corinthian church it was there. തുയഥൈര സഭയിൽ അതുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. And we know that it was there in the Thyatiran church as well. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതപരമായി വിശുദ്ധി സൂക്ഷിക്കാനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കും. And so, dearly beloved, may the Spirit of God enable us to live lives that are holy before God. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ദാനിയേലിനെ കുറിച്ച് പറഞ്ഞാണ് ആദ്യത്തെ ക്ലാസ് തുടങ്ങിയത്. When we started our first class, I began speaking about Daniel.
ഈ വിഷയം പറയാനും ഞാൻ ആ ഭക്തന്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു പോകുകയാണ്. And to talk about this subject, I want to go into the life of that man of God. ഒന്നാമത്തെ അധ്യായത്തിൽ രാജാവിന്റെ ഭോജനവും അവൻ കുടിക്കുന്ന വീഞ്ഞും വേണ്ട എന്ന് തീരുമാനിച്ചത് തന്റെ ജീവിതത്തിലെ വിശുദ്ധി സൂക്ഷിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. In the first chapter, we read that he let go of the food and drink from the king's table so that he would be able to maintain the holiness in his life. ജീവിതപരമായി വിശുദ്ധി സൂക്ഷിക്കേണ്ടതിന് ഏത് വിലയും കൊടുക്കുവാൻ ആ ബാലൻ ഒരുക്കമായിരുന്നു. That young man was willing to give any price to keep holiness in his life. ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദാനിയേൽ രാജാവിനോട് പ്രാർത്ഥിക്കാൻ കൂട്ടാക്കുന്നില്ല. But when we come to chapter 6, Daniel is not willing to bow down before the king. രാജാവിനോട് പ്രാർത്ഥിക്കുവാൻ ദാനിയേലിന് കഴിയുകയില്ല. ദാനിയേലിന് ദൈവത്തോട് മാത്രമേ പ്രാർത്ഥിക്കാൻ കഴിയൂ. Daniel was unable to bow down and pray before the king because he was only able to pray before his God. ചില ആളുകൾക്ക് ആരോടും പ്രാർത്ഥിക്കാം, എവിടെ പോയും പ്രാർത്ഥിക്കാം. Some people, they can pray to anyone, they can pray anywhere. പക്ഷെ ഉപദേശപരമായി വിശുദ്ധി സൂക്ഷിക്കുന്ന ആളുകൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കില്ല. But those who keep doctrinal holiness in their lives, they cannot pray like that. അതുകൊണ്ട് ഉപദേശപരമായ വിശുദ്ധിയും ജീവിതപരമായ വിശുദ്ധിയും ഏറ്റവും സൂക്ഷ്മതയോടെ പാലിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. And so may the Spirit of God enable us to keep doctrinal holiness and also holiness in our lives very carefully. ഞാൻ ഈ കാര്യം പറയുമ്പോൾ എന്റെ പിതാവ് കൃപയിലേക്ക് വന്ന ചരിത്രം എനിക്കൊരു പ്രചോദനമാണ്. When I say this, the story of my father, how he came to faith, that is a great inspiration for me. ഒരു ഞായറാഴ്ച വളരെ യാദൃച്ഛികമായി നമ്മുടെ ഒരു സഭായോഗത്തിൽ പങ്കുകൊണ്ടാണ് എന്റെ പിതാവ് രക്ഷിക്കപ്പെട്ടത്. One Sunday, unexpectedly, my father, he was able to participate in one of our Sunday meetings, and that is how he came to know the Lord. ആ ആഴ്ചയിൽ തന്നെ താനായിരുന്ന സമുദായം വിട്ട് സ്നാനപ്പെട്ട് ആ സഭയോട് ചേരുവാൻ ഇടയായിട്ടത്. And in the same week, he decided to leave his nominal church, gather together with the saints, and go along with them. അത് ഉപദേശപരമായി വിശുദ്ധി സൂക്ഷിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. And that is because he wanted to keep the doctrinal holiness in his life. പക്ഷെ ഇന്നത്തെ കാലഘട്ടം ഒന്ന് വിലയിരുത്തി നോക്കണം. But today, if you examine the generation, പിൻതലമുറകൾ ഇപ്പോൾ ഉപദേശപരമായി വിശുദ്ധി നോക്കാതെ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് അതേ സമുദായങ്ങളോട് കൂട്ടുകൂടുകയാണ്. For future generations, they are not keeping that doctrinal holiness, and they are willing to cooperate with these nominal churches and work together. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഉപദേശപരമായ വിശുദ്ധിയും ജീവിതപരമായ വിശുദ്ധിയും വളരെ കൃത്യമായി സൂക്ഷിക്കുന്നതാണ് ഉണർവിന്റെ ലക്ഷണം. And so the sign of true spiritual revival is when we maintain the doctrinal holiness and also the purity of our lives. That is how we see that revival. പറയാൻ എനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിലും ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. And I want to move forward quickly here. നാം അടുത്ത് ചിന്തിക്കാനായിട്ട് പോകുന്നത്, നാം ചിന്തിച്ചു വരുന്ന സീരീസിൽ മൂന്നാമത്തെ പ്രധാനപ്പെട്ടതായ അടിസ്ഥാന സത്യമാണ്. In the series that we are thinking about, we come to the third point in our foundational truths tonight. വേർപാടിന്റെ പ്രമാണങ്ങൾ പാലിച്ച് ജീവിക്കുന്നതാണ് ആത്മിക ഉണർവ്. And true spiritual revival is when we maintain the principles of separation in our lives. ഇസ്രായേൽ ദൈവത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടമായിരുന്നു. Israel was called and separated by God as his own people. അതുകൊണ്ട് അവരുടെ നല്ല കാലത്ത് വേർപാടിന്റെ മൂല്യങ്ങൾ അവർ വളരെ കൃത്യമായി സൂക്ഷിച്ചിരുന്നു. And so in their good days, they very carefully maintained the doctrinal holiness in their lives. ഈ നിയമസഭ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. The New Testament church is a gathering of people who are called and separated by God. ദൈവം ഈ ലോകത്തിൽ നിന്ന് ഒരു കൂട്ടത്തെ വിളിച്ച് തനിക്കായി വേർതിരിച്ച് നിർത്തുകയാണ്.
God has called and separated a group of people from this world for his own. ആ വേർതിരിച്ചു നിർത്തിയ കൂട്ടം ജാതികളോട് ഇടപഴകി ജീവിക്കുന്നത് നമ്മുടെ ദൈവത്തിന് വളരെ വേദനയാണ്. And this separated group of people, when they mingle with the Gentiles, the Lord is so unhappy. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വേർപാടിന്റെ മൂല്യങ്ങൾ അതിന്റെ തനിമയിൽ സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. And so may the Spirit of God enable us to hold on to the principles of separation in our lives. തനിച്ചു പാർക്കുന്ന ഒരു ജനം എന്നൊരു പുസ്തകം ഞാൻ നിങ്ങളുടെ സഭയിൽ വന്നപ്പോൾ കൊണ്ടുവന്നത് ഓർമ്മയിലുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. I believe that you would be remembering a book that I brought when I came to your midst. It was called The People That Stay Alone. അതിൽ ആ വിഷയം വളരെ വിശദമായിട്ട് വിസ്തരിച്ചിട്ടുണ്ട്. And in my book, I have very clearly detailed about this subject. ഇവിടെ ഞാൻ ഒരു ഔട്ട്ലൈൻ മാത്രം പറഞ്ഞ് ഈ ക്ലാസ്സിൽ മുമ്പോട്ട് പോകാം എന്ന് ആഗ്രഹിക്കുന്നു. In this class, I just want to talk about outline and quickly move forward. ഇസ്രായേൽ നന്നായി വേർപാട് സൂക്ഷിച്ചപ്പോൾ ശത്രുക്കൾ ആ സാക്ഷ്യം മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. When Israelites, they very carefully kept their separation, even their enemies testified about them. പുസ്തകം 23-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. We see that in the book of Numbers, chapter 23 and verse 9. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. When we come to 23 and verse 9, and I behold a people who dwells apart and will not be reckoned among the nations. കൂലി കൊതിച്ച് ഇവരെ ശപിക്കാനായിട്ട് വന്ന ബിലയാമിന്റെ വായിൽ നിന്നാണ് ഈ വാക്കുകൾ വരുന്നത്. These are the words coming out of the mouth of Balaam, who received some money to go and curse these people. ശത്രു നോക്കുമ്പോൾ പോലും അവരുടെ വേർപാടിന്റെ ആ മനോഹാരിത ശത്രുക്കളെ അത്ഭുതപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നു. Even when the enemy is looking at them, they are wonderstruck by the level of separation that they are maintaining. ഇവർക്ക് ഈ വേർപാട് സൂക്ഷിക്കാൻ സാധിച്ചതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ആ വാക്യത്തിൽ തന്നെ കാണുന്നുണ്ട്. And one of the most important reasons why they were able to maintain that separation in their lives, we see that from that verse. ഞാൻ എന്നെ സ്പർശിച്ചൊരു ഇംഗ്ലീഷ് വേർഷനിലെ വാചകം ഒന്ന് പറയുകയാണ്, ജസ്റ്റ് ക്ഷമിക്കണം. I see a people who live alone, who think they are different from other nations. അവിടെ ഒരു വലിയ സത്യം നാം കാണുന്നുണ്ട്. There is a great truth that we understand there. ഇവർക്ക് എന്തുകൊണ്ടാണ് വേർപാട് സൂക്ഷിക്കാനായിട്ട് സാധിച്ചത്? Why were they able to maintain that living alone and that separation? അവർ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങൾ ഈ ലോകത്തിലെ ആളുകളിൽ നിന്ന് വ്യത്യസ്തരായി ജീവിക്കേണ്ടവരാണ് എന്നുള്ളതാണ്. Because they were always thinking that they need to live lives that are different from the people around them. ഈ വാചകം എന്നെ അനേക വർഷങ്ങളായി സഹായിക്കുന്നതായൊരു വാചകമാണ്. And this verse has been helping me for so many years. അതുകൊണ്ട് ഒരാള് വ്യത്യസ്തമായി വസ്ത്രം ധരിക്കുമ്പോൾ എനിക്കും അങ്ങനെ ധരിക്കണമെന്ന് തോന്നാറില്ല. And so when somebody wears a different kind of a dress, I am not attracted to wear that. വ്യത്യസ്തമായ ഒരു വീട് പണിയുമ്പോൾ ഇതുപോലൊരു വീട് പണിയണമെന്നുള്ള ആഗ്രഹം തോന്നാറില്ല. When they build a separate, different house, I don't have any desire to build something like that. മനസ്സിലാകാനുള്ള ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. I just told these illustrations so that you would understand. നാം ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണെന്ന് എപ്പോഴും ചിന്തിച്ച് ജീവിക്കാം. And so we always need to think and realize that we are called and separated by God. ഈ ലോകത്തിന് അനുരൂപമായി ജീവിക്കാനുള്ള വലിയ പരീക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ജീവിക്കുവാൻ ആ ചിന്ത നമ്മെ സഹായിക്കും. And that thought will be able to deliver us from not conforming to this world and be separated from this world. എസ്തേറിന്റെ പുസ്തകത്തിൽ കൂടി ഒരു തെളിവ് വാക്യം, ഒരു സാക്ഷ്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ. Let me also point out a verse from the book of Esther as well.
എസ്തേറിന്റെ കാലഘട്ടത്തിൽ ദൈവജനമായ ഇസ്രായേൽ ആ അന്യദേശത്ത് ചിതറിപ്പാർക്കുന്ന പരദേശികളായിരുന്നു. And in the time of Esther, the people of God, they were scattered in a foreign land. ബിലെയാം കണ്ടത് വാളയമടിച്ച് പാർക്കുന്ന ഇസ്രായേലിനെയാണ്. Balaam, he saw Israel who were in a place that in their tents. പക്ഷേ 127 സംസ്ഥാനങ്ങളിലായി ചിതറിപ്പാർക്കുന്ന ദൈവജനത്തെ നോക്കി ശത്രുവായ ഹാമാൻ പറയുന്ന വാക്കുകളാണ് എസ്തേർ 3:8 വായിക്കുന്നത്. In Esther chapter 3 and verse 8, we see the words of Haman, who is looking at a people who are now staying in 127 states. പിന്നെ ഹാമാൻ അഹശ്വേരോശ് രാജാവിനോട്, നിന്റെ രാജ്യത്തിലെ സകല സംസ്ഥാനങ്ങളിലുമുള്ള ജാതികളുടെ ഇടയിൽ ഒരു ജാതി ചിന്നിച്ചിതറിക്കിടക്കുന്നു. അവരുടെ ന്യായപ്രമാണങ്ങൾ മറ്റുള്ള സകല ജാതികളുടേതിനോടും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അവർ രാജാവിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നതുമില്ല. അതുകൊണ്ട് അവരെ ഇങ്ങനെ വിടുന്നത് രാജാവിന് യോഗ്യമല്ല. We read Esther chapter 3 and verse 8. അവിടെ ഹാമാൻ വളരെ വിശദമായിട്ടാണ് ഇവരുടെ മേലുള്ള കുറ്റാരോപണം നടത്തുന്നത്. Here Haman is very clearly explaining and accusing the people of God. ഈ വാക്യം ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. I don't want to explain this verse further. ഇവർ രാജാവിന്റെ കൽപ്പന അനുസരിക്കുന്ന നല്ല പൗരന്മാരാണ് അവിടെ. They were good people who are obeying the laws of the king. പക്ഷേ അവരിൽ ശത്രു കണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് വിരുദ്ധമായൊരു കാര്യം രാജാവ് പറഞ്ഞാൽ അവർ അനുസരിക്കുകയില്ല. But one of the things that the enemy saw is that if there is any commandment that the king is giving that is against the law of their God, then they will not observe those laws. ദൈവത്തിന്റെ പരമാധികാരത്തോടുള്ള വിധേയത്വമാണ് ആത്മീകമായി ഉണർത്തപ്പെട്ടവരുടെ പ്രത്യേകത. The speciality of people who are spiritually revived is that they will accept the sovereignty of God in their lives. നാം പാർക്കുന്ന ദേശത്ത് രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നല്ല പൗരന്മാരായി നാം ജീവിക്കണം. In the land that we are dwelling, we have a responsibility to follow the laws of this place and be good citizens. നാം പരമാധികാരിയായ ദൈവത്തിന്റെ മക്കളാണെന്നുള്ളതായ വലിയ സത്യവും വിസ്മരിക്കാതെ ദൈവത്തോട് വിശ്വസ്തരായിരിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. But let us not forget that we have a great responsibility to be under the sovereignty of our Father. വേർപാടിന്റെ മനോഹരമായ സത്യം മനോഹരമായി വെളിപ്പെടുത്തുന്നതായ ഒരു വാക്യം പറഞ്ഞ് ഞാൻ ഈ വിഷയത്തിൽ മുമ്പോട്ട് പോകട്ടെ. I want to say one verse that very beautifully emphasizes the life of separation. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നമ്മുടെ നാം പഠിക്കുന്ന വിഷയവും ആ വാക്യത്തിൽ വരുന്നുണ്ട്. Shall we turn to Ephesians chapter 5 and verse 14? അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. And for this reason it says, awake sleeper and arise from the dead and Christ will shine on you. ഈ വാക്യത്തിൽ നിന്ന് 3 സത്യങ്ങൾ ഞാൻ വേഗത്തിൽ ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. I want to point out 3 truths from this verse very quickly. ഒന്ന്, വേർപാട് നഷ്ടപ്പെടുത്തുന്നവർ മരിച്ചവരുടെ ഇടയിൽ കിടന്ന് ഉറങ്ങുന്നവരാണ്. Those who have lost their separated life, they are now sleeping among the dead. കാണുന്നവർക്ക് ഇവരെ തിരിച്ചറിയുവാൻ വളരെ പ്രയാസമായിരിക്കും. And those who look at them, they will not be able to identify them easily. അതുകൊണ്ടാണല്ലോ സർദീസ് സഭയ്ക്ക് കർത്താവ് ദൂത് കൊടുക്കുമ്പോൾ അവിടെ 2 പ്രയോഗങ്ങൾ എടുത്തു പറയുന്നത്. And that is why when the Lord gives a message to the church of Sardis, he mentions 2 phrases there. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. Though you have a name that you are alive, you are dead.
പിന്നെ പറയുന്നത് ചാവാറായ ശേഷിപ്പ് എന്നാണ് അവരെ കുറിച്ച് പറയുന്നത്. And then we read there, wake up and strengthen the things that remain or the things that are going to die. വെളിപ്പാട് 3-ന്റെ 1-2 വാക്യങ്ങളിലാണല്ലോ നാം ഈ സത്യം വായിക്കുന്നത്. We see this in Revelation chapter 3 and verse 1 and 2. മരിച്ചവരുടെ ഇടയിൽ കിടന്ന് ഒരാൾ ഉറങ്ങുകയാണ്. One person is sleeping in the midst of those who are dead. ഞാനൊരു കൊച്ചു വാചകം പറയുന്നു, ആ വാചകം നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നാൽ നല്ലതാണ്. I want to say a small phrase like this, and I would like it if you keep it in your mind and take it with you. അവിശ്വാസിയെ പോലെ ജീവിക്കുന്ന വിശ്വാസി. A believer who is living like unto an unbeliever. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ അപകടകരമായിട്ടുള്ളതായൊരു ആത്മീയ നിലയാണ്. Dearly beloved, this is a very dangerous spiritual phase in a person's life. ഇവിടെ നമ്മുടെ ജീവിതത്തെ പരമാർത്ഥമായി പരിശോധിക്കേണ്ടതിന് ദൈവാത്മാവ് കൃപ നൽകട്ടെ. May the Spirit of God help us to sincerely examine our life. നമ്മുടെ ജീവിതം കാണുന്ന ഒരാൾക്ക് അവിശ്വാസികളിൽ നിന്ന് എന്ത് വ്യത്യസ്തത തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നു. When a person looks at our life, what is it that they can find different from an unbeliever? പ്രത്യാശയില്ലാത്ത അവിശ്വാസിയുടെ അതേ സംസാരവും ജീവിതശൈലിയും പിന്തുടരുന്ന പ്രത്യാശ പറയുന്ന വിശ്വാസി. A believer who is talking about hope, but in his actions and in his words, there is no difference between an unbeliever who does not have any hope. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ പ്രത്യാശയെ ജീവിതം കൊണ്ട് പ്രതിഫലിപ്പിച്ച് വേർപെട്ട് ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. And so, dearly beloved, the hope that the Lord has given us, let us put it into practice and let others see the reflection of that hope in our life. മരിച്ചവരോട് കൂടെ കിടന്നുറങ്ങുന്ന ഒരു മകൻ ഒരു പിതാവിന് വേദനയായിരിക്കും. A son who is sleeping along with the dead, that is a great pain for the father. പക്ഷെ നമ്മുടെ സ്വർഗീയ പിതാവിന് അത് എത്രയോ വലിയ വേദനയായിരിക്കും. But for our heavenly Father, what a great sorrow it brings to his heart. നമ്മെ കർത്താവ് വിലയേറിയ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടവരായിട്ട് ജീവിക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് കൊണ്ടുവന്നത്. When the Lord has delivered us from this evil world, he did it with a purpose that we would live separated lives. 2:40 വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസിന്റെ പ്രസംഗത്തിൽ ഈ സത്യം എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. We see this truth wonderfully in the book of Acts chapter 2 and verse 40 in the words of Peter. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. There he says that be saved from this perverse generation. ആ തലമുറ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച തലമുറയാണ്. That generation had crucified the Lord Jesus Christ. പത്രോസ് വേർപാടിന്റെ സന്ദേശം ആ പ്രസംഗത്തിൽ കൊടുക്കുകയായിരുന്നു. Peter is giving the message of separation in that preaching. നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോൾ കർത്താവിനെ ക്രൂശിച്ച ഈ തലമുറയുടെ കൂടെ ഞാനില്ലെന്ന് പറഞ്ഞ് കർത്താവിന് വേണ്ടി നിങ്ങൾ വേർപെട്ട് നിൽക്കുകയാണ്. You are being separated by proclaiming that I am no longer part of this generation that has crucified the Lord Jesus Christ. ആ വേർപാടിന്റെ സന്ദേശം ഉൾക്കൊണ്ട് ഓരോ ദിവസവും ജീവിക്കത്തക്കവണ്ണം രക്ഷിക്കപ്പെട്ട ദൈവമക്കളായി നമുക്ക് സാധിക്കട്ടെ. And so as believers who are born again, let us hold on to that message of separation every day in our lives. ഗലാത്യലേഖനം 1-ാമത്തെ വാക്യം കൂടി ഞാനത് പറയുന്നു. I also want to say Galatians chapter 1 and verse 3. ആ വാക്യത്തോട് യേശുക്രിസ്തു എന്തിനു വേണ്ടി മരിച്ചു എന്നുള്ളതായി ചോദ്യം നമുക്ക് ചോദിക്കാം. We can ask the question to that verse, why did Jesus die? ഉത്തരം ഇതാണ്, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്. The answer to that question is this, that the Lord died for us so that he might rescue us from this present evil age.
പ്രിയപ്പെട്ടവരെ, വേർപാട് നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന വിശ്വാസി കർത്താവിന്റെ മരണത്തിന്റെ മഹത്വം നഷ്ടപ്പെടുത്തുന്നവനാണ്. And so a believer who is living a life that is not separated, he is letting go of the glory of his Father. നാം മരിച്ചവരുടെ ഇടയിൽ കിടന്നുറങ്ങുന്നവരാണോ എന്നുള്ളത് വളരെ പരമാർത്ഥതയോടുകൂടി ഇന്ന് രാത്രിയിൽ പരിശോധിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. Tonight, let us sincerely examine and see if we are indeed sleeping with those who are dead. ഇന്ന് രാത്രിയിൽ നമ്മുടെ കർത്താവ് വന്നാൽ നമ്മെ ആ നിലയിൽ കണ്ടെത്തുന്നത് എന്തോ ഒരു വേദനയാണ്. Tonight, if our Lord is coming and if he finds us like this, what a great sorrow that will bring to his heart. രണ്ടാമത്തെ സത്യം ഞാൻ ആ വാക്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, The second truth I want to say from that verse, ഉണർന്ന് അവിടെ തന്നെ കിടക്കുന്നവരിലും ദൈവം പ്രസാദിക്കുകയില്ല. God is not pleased in those who are awakened but are still sleeping among the dead. മരിച്ചവരുടെ ഇടയിൽ കിടന്ന് ഉറങ്ങുന്നയാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലും വേണമെങ്കിൽ അവിടെ തന്നെ കിടക്കാം. A person who is sleeping among the dead, when he awakes, maybe if he wants, he can still go back and sleep there. ചില ആളുകളൊക്കെ രക്ഷിക്കപ്പെട്ടു, ജീവൻ പ്രാപിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. There are some people who say that they have born again and they have received life. പക്ഷെ അവരുടെ ആത്മീക ജീവിതവും കൂട്ടായ്മയും എല്ലാം മരിച്ച ആളുകളോട് കൂടെയാണ്. But their Christian life and their fellowship is with people who are dead. അങ്ങനെയുള്ള ദുരുപദേശ സമൂഹങ്ങളിൽ നിന്ന് വേർപെടുവാനായിട്ട് മനസ്സില്ലാത്ത ആളുകൾ ഈ കാലത്ത് വളരെ അധികമാണ്. And there are so many people who are unwilling to separate themselves from these undoctrinal fellowship. പക്ഷേ നമ്മുടെ കർത്താവിന്റെ വചനം എത്രയോ വ്യക്തമാണ്. സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. But the word of God is very clear. The church is a gathering of the saved people of God. പ്രവൃത്തി 2:47 വാക്യം ഏറെ സുപരിതമാണല്ലോ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. Acts chapter 2 and verse 47, there we read that the Lord joined together those who were saved day by day to the church. പ്രവൃത്തി ദിവസം 2-ാം അധ്യായത്തിൽ 41-42 വാക്യങ്ങൾ നമുക്ക് വളരെ പരിചയമുള്ള വാക്യങ്ങളാണ്. Acts chapter 2 verse 41 and 42 is very familiar to us. 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, രക്ഷിക്കപ്പെട്ടവർ സ്നാനമേറ്റ് അവരോട് അപ്പോസ്തലിക ബന്ധത്തോട് ചേരുകയായിരുന്നു. In verse 41 we read that those who had received his word were baptized and they had fellowship with the apostles. സഭയോട് ചേർന്നവരാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുകയും കൂട്ടായ്മ ആചരിക്കുകയും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ചെയ്തത്. And those who were gathered and being part of the church, it was they who were devoting themselves to the apostles' teaching, to fellowship, to breaking of bread and to prayer. ഇന്ന് അനേകരും ദുരുപദേശ സമുദായങ്ങളോട് ചേർന്ന് നിൽക്കുകയും കർത്തൃമേശ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണർവ് കൂട്ടായ്മകളിൽ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. Today many people, except for breaking of the bread, rest in everything. They are willing to participate in the activities of these unbelievers. അവർ ഉണർവ് കൂട്ടായ്മ എന്നാണ് സാധാരണ പറയുന്നത്. They call it gatherings of revival, spiritual revival meetings. പ്രിയപ്പെട്ടവരെ, വേർപാടില്ലാത്ത ഉണർവ് സ്വർഗത്തിലെ ദൈവം ആദരിക്കുകയില്ല. God in heaven is not respecting any revival that does not keep the holiness or separation. വിശ്വാസത്താലുള്ള രക്ഷയെ കുറിച്ച് ധാരാളം പ്രസംഗിക്കുന്ന ചില പിതാക്കന്മാർ എന്റെ മനസ്സിൽ വരുന്നുണ്ട്. So many of our fathers who spoke about salvation through faith is coming to my mind. പക്ഷേ അവർ മരിച്ചപ്പോൾ അവരുടെ ശവസംസ്കാരത്തിൽ അവരുടെ ആ ശവസംസ്കാരത്തിൽ ആ ശവപ്പെട്ടിയിൽ നിത്യജീവന് വേണ്ടിയുള്ള തൈലം കൂടി ഒഴിച്ചാണ് സംസ്കരിക്കുവാൻ ഇടയായത്. But when they were put in the coffin and when they were buried, there was also an oil for eternal life that was poured on those coffins. അവർ
പ്രസംഗിച്ച സുവിശേഷവും അവരുടെ ശവസംസ്കാരവും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ എന്നുള്ള ദുഃഖം എന്നെ പലപ്പോഴും ഭരിച്ചിട്ടുണ്ട്. And I have often thought that the message that they preached and at the time of their burial, those two were not going together. പ്രിയപ്പെട്ടവരെ, വേർപാടിന്റെ പ്രമാണം സൂക്ഷിക്കാൻ കഴിയാതെ വരുന്നത് എത്രയോ വലിയ നഷ്ടമാണ്. Dearly beloved, are we unable to keep the principles of separation? What a great loss that is bringing in our life. അത് അടുത്ത തലമുറകൾക്ക് കൊടുക്കുന്ന സന്ദേശം എത്രയോ ദുഃഖകരമായ സന്ദേശമാണ്. And what a sad message it is giving to the next generation. ഉണർന്ന് അവരുടെ ഇടയിൽ കിടക്കാനല്ല, പിന്നെയോ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. God is expecting from us that we must not just awake and go back and sleep with the dead, but that we awake and walk away from them. നമുക്ക് മൂന്നാമത്തെ സത്യം അതാണ് ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നത്. And the third truth that I want to point out from there, ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുന്നവരിലെ ക്രിസ്തു പ്രകാശിക്കുകയുള്ളൂ. Ephesians chapter 5 and verse 14, it is only from those who arise from the dead that Christ will shine. നമുക്കറിയാം, എഴുന്നേറ്റ് നിൽക്കുന്നവരെ ആർക്കും തിരിച്ചറിയാം. We know that those who stand up, anyone can recognize them. ഒരു ദൈവ പൈതൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ്. A child of God is one who is following Christ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ആ സത്യം എത്രയോ മനോഹരമായിട്ടാണ് നമ്മുടെ കർത്താവ് തന്നെ പറയുന്നത്. Our Lord himself says this wonderfully in John's Gospel chapter 8 and verse 12. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും. I am the light of the world. He who follows me will not walk in darkness, but will have the light of life. അതുകൊണ്ട് നാം നമ്മുടെ വാക്യത്തിൽ വായിക്കുന്നത്, എഴുന്നേറ്റാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. And so in our verse we read that if we arise, Christ will shine on us. വളരെ വിശദമായ ഒരു പഠനത്തിന് വിഷയീഭവിക്കേണ്ടതാണ്. അത് നിങ്ങളുടെ സ്വയമായ പഠനത്തിന് വേണ്ടി ഞാൻ വിടുകയാണ്. This is a subject that we need to study in detail, but I keep it before you to study personally. അതിന് കാതലായ ഒരു വാക്യം മാത്രം ചേർത്ത് പറയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. And I want to point out one key verse in connection to this. എന്താണ് വെളിച്ചത്തിന്റെ ഫലം? What is the result of light? ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. We read that in Ephesians chapter 5 and verse 10. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. For the fruit of the light consists of all goodness and righteousness and truth. അതുകൊണ്ട് ഉണർന്ന് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുന്നവരിലൂടെ കർത്താവിന്റെ വെളിച്ചം ലോകം കാണും. And so those who are rising up from the dead, the world will see the light of the Lord through their lives. ചെറിയ ചെറിയ വാചകങ്ങൾ പറഞ്ഞ് അവിടെ മുമ്പോട്ട് പോകട്ടെ. I want to say 2 or 3 small phrases like this and go from there quickly. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുന്നവരിൽ ക്രിസ്തുവിന്റെ സ്നേഹം ലോകം. Those who are arising from the dead, the world will see the love of Christ in them. ക്രിസ്തുവിന്റെ ക്ഷമ എല്ലാവരും അറിയും. They all will see the patience of Christ in their lives. ക്രിസ്തുവിന്റെ സൗമ്യതയും താഴ്മയും അവരിൽ വിളങ്ങും. And they will reflect the mercy and the humility of the Lord Jesus in their lives. ക്രിസ്തുവിന്റെ നീതിയും സത്യവും അവർ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തും. And through their lives they will testify about the righteousness and truth of Christ. പ്രിയപ്പെട്ടവരെ, ഉണർന്ന് മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുന്നവർക്ക് ക്രിസ്തുവിന് അനുരൂപരായിട്ട് ഈ ലോകത്തിൽ സാക്ഷ്യം കൊടുത്ത് ജീവിക്കാനായിട്ട് സാധിക്കും. And so, dearly beloved, those who are arising from the dead, they can testify about the Lord Jesus Christ through their lives in this world. അതുകൊണ്ട് വേർപാട് നഷ്ടപ്പെടുത്തുക എന്നുള്ളത് എത്രയോ ഗുരുതരമായ സത്യമാണ് എന്നുള്ളത് ഇവിടെ തിരിച്ചറിയത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും.
And so, letting go of our separated lives, we find from here that what a great loss it is bringing to us. ആത്മീയ ഉണർവിൽ ജീവിക്കുന്നവർ വേർപാടിന്റെ മൂല്യങ്ങൾ സൂക്ഷിച്ച് തങ്ങളുടെ തലമുറയിൽ സാക്ഷ്യപ്പെടും. And so those who are keeping the doctrinal holiness in their lives, they will be able to reflect Jesus through their lives in this world. വേർപാടിന്റെ മതിലുകൾ നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെ ഇടിഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത് ഇന്ന് രാത്രിയിൽ പരിശോധിച്ച് തിരിച്ചറിഞ്ഞ് പണിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. Tonight, may the Spirit of God help us to examine where those walls of separation have broken down, and may the Lord enable us to rebuild them again. നമ്മുടെ പഠനത്തിന്റെ ഒടുവിലത്തെ പാഠത്തിലേക്ക് ഞാൻ വരുന്നു. We are coming to the final lesson in our study. ഉണർവ് ഒരു ചരിത്ര അവലോകനം. Revival is a historical study. ദൈവജനത്തിന്റെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ള ഉണർവുകൾ തിരുവെഴുത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു. In the scriptures, we read about the revivals that have happened among the children of God. അതിൽ ചില ഉണർവിൻ ചരിത്രം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പരാമർശിക്കാനും ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. And in the past lessons, we also thought about some of those incidents. പക്ഷെ എല്ലാ ചരിത്രത്തിലൂടെയും നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. But we could not go through all those historical incidents. ഞാൻ ഈ വിഷയത്തിൽ നിർദ്ദേശം ഓർപ്പിക്കുന്നു. ഉണർവിന്റെ ചരിത്രങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് അതിനുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുന്നത് ഏത് കാലഘട്ടത്തിലും പ്രയോജനമാണ്. And so let me kindly remind you that in whatever time we may be, it is a great benefit to us that we examine these historical incidents of revival that has happened. ഒരു അപകട സൂചനയും ഞാൻ ഇവിടെ ഒന്ന് ചേർത്ത് പറയുന്നു. I want to also point a warning here. തിരുവെഴുത്തിൽ ഇല്ലാത്ത രേഖകളില്ലാത്ത ഉണർവിൻ ചരിത്രങ്ങളും നമുക്ക് ലോക ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു. In the history of the world, we also find revivals that are not mentioned in the scripture. പക്ഷെ നമ്മുടെ ഈ പഠനത്തിൽ നമ്മൾ അങ്ങനെയുള്ള ചരിത്രത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. But in our studies tonight, we are not going into those incidents. ആ ചരിത്രങ്ങളിലും ഒക്കെ ചില നന്മകൾ കാണുമായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. And in those histories, we also find some truths, some good things. പക്ഷെ അത് തിരുവെഴുത്തുകളല്ല എന്നുള്ളത് കൊണ്ട് ഒരുപക്ഷെ തെറ്റായ രേഖകളും ഉണ്ടായി പോകുന്നതിനുള്ളതായ സാധ്യതയുണ്ട്. But because they are not mentioned in the scripture, there is a possibility that the written stories, there could be some falsehood. മനുഷ്യർ എഴുതുന്ന ചരിത്രത്തിൽ ദൈവം പ്രസാദിച്ച ജീവിതങ്ങളും ശുശ്രൂഷകളും ഇടം കണ്ടെത്താനായിട്ട് വളരെ പ്രയാസമായിരിക്കും. It is very difficult for God to agree with the human written or man written histories that we find. പക്ഷെ എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസീയമാകൊണ്ട് തിരുവെഴുത്തിലുള്ള ഉണർവിൻ ചരിത്രങ്ങൾ നമുക്ക് അതുപോലെ പിൻപറ്റാം. But since all scripture is inspired by the word of by the Spirit of God, we can believe all that is written in the scripture. അതുകൊണ്ട് ഈ പാഠത്തിൽ ഞാൻ 7 കാര്യങ്ങളാണ് ചരിത്രാവലോകനത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. And so in our historical examination, I want to point seven things. 7 കാര്യങ്ങളും വിശദമായിട്ട് ഇനിയുള്ള സമയം കൊണ്ട് പറയാൻ പറ്റുകയില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. And I know you understand that these 7 things we cannot explain in detail. അതിൽ 3 കാര്യങ്ങൾ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ പഠനത്തിൽ നമ്മൾ സാമാന്യം വിശദീകരിച്ചതാണ്. And in that, the 3 things we saw in our previous lessons. അതുകൊണ്ട് ഞാൻ അതൊന്ന് സൂചിപ്പിച്ചു പോകുകയുള്ളൂ. And so I just want to quickly point those. ബാക്കിയുള്ള 4 കാര്യങ്ങളിലേക്ക് ചുരുക്കമായ ഒരു വിശദീകരണം നൽകി നമ്മുടെ ഈ പാഠം അവസാനിപ്പിക്കാം. അത് നിങ്ങൾ വിശദമായി പഠിക്കണമേ എന്ന് ഓർപ്പിക്കുന്നു. And the remaining 4, I want to quickly give you a small description and then you can study on your own. ഉണർവിൽ നാം ആദ്യമായി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നതായ കാര്യം, എല്ലാ വിജയങ്ങളുടെയും പിന്നിൽ ദൈവകരങ്ങളെ തിരിച്ചറിയുന്നതാണ് ഉണർവിൻ ലക്ഷണം.
So this true sign of spiritual revival is when we find behind every victory the hand of God working. മാത്രമല്ല അവർ ആദ്യം നാം ചിന്തിച്ച പോലെ ദൈവത്തിന്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്നവരുമായിരുന്നു. And not only that, they accept the sovereignty of God in their lives. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമെങ്കിലും ഒരു ചെറിയ വിശദീകരണം അവിടെ ചേർത്ത് പറയട്ടെ. I want to give a small explanation. ഉണർവിൻ കാലത്ത് അവർ മാനുഷിക അധികാരങ്ങളെ അനുസരിക്കുമായിരുന്നു. During the time of revival, they were obeying the human laws. ഈ ദാനിയേലും നെഹമ്യാവും ഒക്കെ രാജാക്കന്മാർക്ക് എത്ര പ്രിയങ്കരായിരുന്നു. Daniel and Nehemiah, we find that they were so dearly beloved to the kings. പക്ഷേ അവര് വളരെ പ്രിയങ്കരായിരുന്നെങ്കിലും രാജാവിന്റെ കൽപ്പന ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി വരുമ്പോൾ അവർ ദൈവത്തിന്റെ പരമാധികാരത്തെ സ്വീകരിക്കുകയാണ്. But whenever the law of the king came against the law of their God, they are accepting the sovereignty of God beyond and above the law of the king. സഭയുടെ പ്രാരംഭകാലത്തിലും ഈ വലിയ സത്യം നമുക്ക് കാണാനായിട്ട് കഴിയും. During the initial days of the church, we find this great truth as well. പ്രവൃത്തിപുസ്തകം 4-ാം അധ്യായത്തിലെ 19-20 വാക്യങ്ങളിൽ ആ സത്യം എത്രയോ മനോഹരമായിട്ടാണ് രേഖപ്പെടുത്തപ്പെടുന്നത്. And we find that in Acts chapter 4 and verse 19 and 20. അതിന് പത്രോസും യോഹന്നാനും ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്നുത്തരം പറഞ്ഞു. Peter and John is saying that whether it is right in the sight of God to heed to you, and then they say, for we cannot stop speaking what we have seen and heard. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ദൈവത്തിന്റെ പരമാധികാരത്തെ ഉൾക്കൊണ്ട് അതിന് വിധേയപ്പെട്ട് ജീവിക്കത്തക്കവണ്ണം ഈ പ്രത്യേകമായ കാലഘട്ടത്തിലും ധാരാളം ദൈവകൃപ കർത്താവ്. And so, dearly beloved, may the Lord enable us to accept and conform to the sovereignty of God and agree the lordship in our lives. ഉണർവിന്റെ വഴിയിൽ ധാരാളം വിജയങ്ങൾ അവർ കൊയ്തെടുത്തിട്ടുണ്ട്. And in the way of revival, they were able to reap many victories. പക്ഷെ ആ വിജയങ്ങളുടെ എല്ലാം പിൻപിൽ ദൈവത്തിന്റെ കരങ്ങളെ അവർ തിരിച്ചറിഞ്ഞു. But behind all those victories, they were able to understand the hand of God working. ഈ സത്യത്തെ ഉറപ്പിക്കേണ്ടതിന് ധാരാളം വാക്യങ്ങൾ എസ്രയുടെയും നെഹമ്യാവിന്റെയും പുസ്തകത്തിൽ നിന്ന് തന്നെ പറയാനായിട്ട് കഴിയും. And there are so many verses from Ezra and Nehemiah that are emphasizing this verse. ഞാൻ ഉദാഹരണമായി ഒരു വാക്യം മാത്രം പറയുകയാണ്. As an example, I want to point out only one verse. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നെഹമ്യാവിന്റെ മനോഹരമായ ഒരു വാക്ക് നാം വായിക്കുന്നു. And in Nehemiah, വാക്യം ഒന്നുകൂടെ പറഞ്ഞെങ്കിലേ. നെഹമ്യ 2-ന്റെ 8-ാം വാക്യം. Nehemiah chapter 2 and verse 8. എന്റെ ദൈവത്തിന്റെ ദയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് അതെനിക്ക് തന്നു. And because of the hand of my God was with me, the king granted them to me. രാജാവ് നെഹമ്യാവിന് അനുവദിച്ചു കൊടുത്ത ചില ആനുകൂല്യങ്ങളാണ് ഈ വാക്യത്തിന്റെ പിന്നിലുള്ളത്. These verse we find that the king is granting certain benefits to Nehemiah. അങ്ങനെ അനുവദിച്ച് തന്നതിന്റെ പിമ്പിൽ പ്രവർത്തിച്ചത് ദൈവത്തിന്റെ കരമാണെന്ന് ആ ഭക്തൻ വിനയത്തോടെ തിരിച്ചറിയുകയാണ്. And this man of God is humbly realizing that all the privileges he has received, behind all that, it is the hand of God. രാജാവിന്റെ അടുക്കൽ എനിക്കുണ്ടായിരുന്ന സ്വാധീനത കൊണ്ട് രാജാവ് അതെനിക്ക് തന്നു എന്ന് നെഹമ്യാവ് പറഞ്ഞാൽ ആരും നെഹമ്യാവിന് എതിര് പറയാൻ സാധ്യതയില്ല. If Nehemiah says it is because of my influence with the king that I have received this, nobody will blame him. പക്ഷേ രാജാവിന്റെ ഹൃദയത്തെ നീർത്തോട് കണക്കെ തിരിച്ചുവിടും നെഹമ്യാവിന്റെ ദൈവത്തിന്റെ കൈയാണ് നെഹമ്യാവ് അവിടെ കണ്ടത്. But Nehemiah saw the hand of God working, that God had moved to drive the heart of that king like a stream.
ദൈവം നമ്മെ ചില കാര്യങ്ങൾക്ക് വേണ്ടി തന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ പിമ്പിലുള്ള ദൈവകരങ്ങളെ തിരിച്ചറിയാനുള്ള വിനയം നമുക്കുണ്ടാകും. When God is using us for His glory, let us also realize and recognize the hand of God that is behind that. 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകൾ എന്റെ മനസ്സിൽ വരികയാണ്. The words of Apostle Paul in 1 Corinthians chapter 3 is coming to my mind. 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയും, ഞാൻ നട്ടു, ദൈവമത്രേ. There Paul says, I planted, Apollos watered, but God was causing the growth. അടുത്ത വാചകം ശ്രദ്ധിക്കണം. The next verse, വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. 1 Corinthians 3 and verse 7, so then neither the one who plants nor the one who waters is anything, but God who causes the growth. നമ്മുടെ മനസ്സും വാക്കുകളും ഈ സത്യത്തോട് ഇണങ്ങി നിൽക്കുന്നെങ്കിൽ നാം ഉണർവിന്റെ പാതയിലാണ് എന്ന് പറയാം. If our mind and our words are going along with this truth, then we can say that we are on the way of true spiritual revival. ഇതെല്ലാം എന്റെ കൈയുടെ അധ്വാനമാണെന്ന് പറയുന്നിടത്തും ചിന്തിക്കുന്നിടത്തും നാം തളർച്ചയുടെ വഴി. When we think and say that all this has happened because of what I have done, that is where we fail. നമ്മുടെ പരമാധികാരിയായ ദൈവത്തിന്റെ മഹത്വവും അവന്റെ പ്രവർത്തനത്തിന്റെ ആ കൈയുടെ മഹത്വവും തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. May the Spirit of God enable us to realize and recognize the powerful hand of God that is working with us and behind us. രണ്ടാമത്തെ സത്യത്തിലേക്ക് വരുന്നു. Let us come to the second truth. തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി എല്ലാറ്റിലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നതാണ് ഉണർവിൻ ലക്ഷണം. The sign of true spiritual revival is when they humble themselves completely before the mighty hand of God and accept Him. എസ്രയുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം നമുക്ക് ആ ബന്ധത്തിലൊന്ന് വായിക്കാം. Shall we read the book of Ezra, chapter 8 and verse 21? അനന്തരം ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിന്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. And we read Ezra chapter 8 and verse 21. അവിടെ നാം കാണുന്ന മനോഹരമായ രണ്ട് സത്യങ്ങൾ ഞാൻ ആ വാക്യത്തിൽ നിന്ന് എടുത്തു പറയുകയാണ്. I want to point out two wonderful truths that we see from that verse. എന്തിനാണ് അഹവ ആറ്റിന്റെ അരികിൽ അവർ യോഗം കൂടിയത്? Why did they gather in the river, near the river of Ahava? ഒരു കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിന്. One of the reasons is that they wanted to humble themselves before God. ദൈവമക്കളെ, നമ്മൾ ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് സാധിക്കേണ്ട, സഭായോഗം കൊണ്ട് സാധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ താഴ്ത്തുക എന്നുള്ളതാണ്. Dearly beloved, the most important purpose for which when we gather together as a church is that we humble ourselves before God. സഭായോഗത്തിന്റെ മഹത്വം നമ്മുടെ കർത്താവിന്റെ അനുഗ്രഹീതമായ സാന്നിധ്യമാണ്. The gathering of the church is where the blessed presence of our Lord is. 14-ാം അധ്യായത്തിൽ സഭായോഗത്തിൽ സൂക്ഷിക്കേണ്ട ചില നിബന്ധനകൾ ദൈവത്തിന്റെ ദാസൻ ഓർപ്പിക്കുന്നു. In 1 Corinthians chapter 14, we read certain things that we need to take care in the church gathering. അതിന് 25-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, ഒരു അവിശ്വാസി നിങ്ങളുടെ സഹായോഗത്തിൽ വന്നാൽ അവൻ എന്ത് ചെയ്യണം എന്നവിടെ പറയുന്നുണ്ട്. അവൻ കവിണ്ണു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഏറ്റു പറഞ്ഞ് ദൈവത്തെ നമസ്കരിക്കണം.
If an unbeliever comes into that church, he should fall on his face, worship God, declaring that he is God. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭായോഗങ്ങൾ എത്രയോ വിലപ്പെട്ടൊരു സന്ദർഭമായിട്ടാണ് ഇരിക്കുന്നത്. Dearly beloved, our church gatherings, what a precious moment that is. ഞാനതിന്റെ ആ വാക്യത്തിൽ നിന്നുകൊണ്ട് നാം ഉൾക്കൊള്ളേണ്ട ഒരു സത്യം ഓർപ്പിക്കാൻ ശ്രമിക്കുകയാണ്. From that verse, let me point out a truth that we have to take care. ഒരു അവിശ്വാസി അത് ഏറ്റുപറഞ്ഞ് ദൈവത്തെ താഴ്മയോടെ നമസ്കരിക്കണമെങ്കിൽ അതിനു മുമ്പ് ഒരുമിച്ച് കൂടുന്ന വിശ്വാസികൾ അത് ചെയ്യേണ്ടി. If an unbeliever has to fall down before God and worship Him, before that, the believers who come together, they must fall down before God and worship Him. തങ്ങളെ തന്നെ ഉയർത്തുന്ന വേദിയായിട്ട് സഭായോഗങ്ങൾ തീർന്നാൽ അത് എത്രയോ ഭയങ്കരമായി. If our church gatherings are places where we are exalting ourselves, what a sad place that will be. ഉണർവിന്റെ കാലത്ത് അവർ ഒരുമിച്ച് കൂടിയത് തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തേണ്ടതിന് വേണ്ടിയാണ്. In the time of revival, they gathered together so that they would humble themselves in the sight of God. നാഗസാഹിബിന്റെ ഒരു പാട്ടിൽ ലൈൻ എന്റെ മനസ്സിൽ വരുന്നു, താണിയിടുന്ന ഹൃദയെ വാണിയിടുന്ന. And the words of Nagal comes to my mind where he says that when we humble ourselves in the sight of God, that is when He starts to be pleased in us. പ്രിയപ്പെട്ടവരെ, നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തുമ്പോൾ അവിടെയാണ് ആത്മീയ ഉണർവ് ആരംഭിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. ഇത് രാത്രിയിൽ കർത്താവിനെ സഹായിക്കും. And so, dearly beloved, when we humble ourselves in the sight of God, that is when we begin to travel in true spiritual revival. ആ കുടിയേറിന്റെ രണ്ടാമത്തെ ലക്ഷ്യവും ശുഭയാത്രയാചിക്കേണ്ടതിന് വേണ്ടിയാണ്. And the second aim of their gathering is that they would have a safe journey. ആരോട് യാചിക്കാൻ? And to whom are they seeking for safe journey? ദൈവത്തോട് യാചിക്കാൻ. And they were asking to God for the safe journey. ദൈവത്തോട് മാത്രം സഹായം യാചിക്കുന്നതാണ് ഉണർവിന്റെ ലക്ഷ്യം. Asking God alone for help, that is the sign of true spiritual revival. ചോദിച്ചാൽ സംരക്ഷണം കൊടുക്കാൻ രാജാവ് ഒരുക്കമാണ്. The king was ready to give protection if they had asked. പക്ഷേ മനുഷ്യരോട് സഹായം ചോദിക്കുവാൻ എസ്രയ്ക്ക് ലജ്ജയാണ്. But Ezra is not willing to ask man for help. മനുഷ്യരോട് സഹായം ചോദിക്കാൻ ലജ്ജ തോന്നുന്നതാണ് ഉണർവിന്റെ. And when we are ashamed to ask man for help and only God, that is the sign of spiritual revival. ഇനിയുള്ള മൂന്ന് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ ചിന്തിച്ചതായതുകൊണ്ട് ഞാൻ അതൊന്ന് പറഞ്ഞു മാത്രം പോകാം. Now the next 3 points we have thought about in our previous classes, so I just want to talk about them and move forward. വചനം നന്നായി പഠിച്ച് വചനമനുസരിച്ച് ജീവിച്ച് സഭയിലൂടെ വചനം പഠിപ്പിക്കുന്നതാണ് ഉണർവിൻ ലക്ഷ്യം. And the sign of revival is when we study the word of God very thoroughly, and when we teach it and keep it, that is the sign of spiritual revival. നാലാമത്തേത് എല്ലാ നടപ്പിലും വിശുദ്ധിയിൽ ജീവിക്കുന്നതാണ് ഉണർവിൻ ലക്ഷ്യം. And fourthly, when we walk in holiness in all our ways, that is showing the spiritual revival. നാലാമത്തെ ലക്ഷണം വേർപാടിന്റെ മൂല്യങ്ങൾ സൂക്ഷിച്ച് സാക്ഷ്യം വഹിക്കുന്നതാണ് ഉണർവിന്റെ ലക്ഷണം. And fourthly, when we keep the principles of separation in our lives and maintain that holiness, that is the sign of spiritual revival. ആറാമത്തെ ലക്ഷണത്തിലേക്ക് നമുക്ക് വരാം. And let us come to the 6th point. ഐക്യതയോടെ സാക്ഷ്യം വഹിക്കുന്നതാണ് ഉണർവിന്റെ ലക്ഷണം. When we testify with unity, that is the sign of spiritual revival. ഹിസ്കിയാവിന്റെ കാലത്തുണ്ടായ ആത്മീക ഉണർവ് വളരെ തിളക്കമാർന്ന ഉണർവായിരുന്നു. It a revival that happened in the time of Hezekiah. That is a wonderful revival that we see there. നമുക്കറിയാം കടുത്ത അനൈക്യതയുടെ പശ്ചാത്തലം അതിന്റെ പിറകിലുണ്ടായിരുന്നു. We know that there was a context of great disunity in that place.
പക്ഷേ വലിയ ഐക്യതയിലേക്ക് ദൈവത്തിന്റെ ജനം എത്തിച്ചേരുവാൻ ഇടയായിട്ട് തീർന്നു. But the people of God are walking towards great unity there. 2 ദിനവൃത്താന്തം 30-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നിങ്ങൾ എല്ലാവരും മനപ്പാഠം പഠിക്കണം എന്ന് ഞാൻ ശുപാർശ ചെയ്യുകയാണ്. And I want to request all of you to learn by heart 2 Corinthians chapter 30 and verse 12. 2 ദിനവൃത്താന്തം 30-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. 2 Chronicles chapter 30. Chapter 30 and verse 12. നാം ഇങ്ങനെ വായിക്കുന്നു, യഹൂദയിലും യഹോവയുടെ വചനപ്രകാരവും രാജാവും പ്രഭുക്കന്മാരും കൊടുത്ത കൽപ്പന അനുസരിച്ച് നടക്കേണ്ടതിന് അവർക്ക് ഐകമത്യം നൽകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൈ വ്യാപരിച്ചു. The hand of God was also on Judah to give them one heart to do what the king and the princess commanded by the word of the Lord. അതിലെ ആ വാചകം പ്രത്യേകം ഉൾക്കൊള്ളേണ്ടതാണ്. And there is a verse that we really need to take into heart. ദൈവത്തിന്റെ കൈ വ്യാപരിച്ചാൽ ഏത് കടുത്ത അനൈക്യതയിൽ നിന്നും ഐക്യതയിലേക്ക് വരാം. When the hand of God is working, we can, whatever may be the disunity, we can come to unity. നിങ്ങളുടെ വീട്ടിലെ അനൈക്യത നിങ്ങളെ വേദനിപ്പിക്കുന്നെങ്കിൽ അവിടെ ചലിപ്പിക്കപ്പെടേണ്ടത് നിങ്ങളുടെ കരങ്ങളല്ല. In your family, if there is disunity and if you are sad about that, it is not your hand that must work there. ദൈവത്തിന്റെ കരങ്ങൾ ചലിക്കണം. It is the hand of God that must work. അത് ചലിപ്പിക്കുവാനുള്ള വഴിയാണ് പ്രാർത്ഥനയുടെ വഴി. And the way how to make that work is the way of prayer. ഹിസ്കിയാവ് രാജാവായിരുന്നെങ്കിലും തന്റെ അധികാരം കൊണ്ട് ഐക്യത ഉണ്ടാക്കാൻ പറ്റുകയില്ല. Though Hezekiah was a king, he was not able to bring unity. പക്ഷേ ഹിസ്കിയാവിന്റെ ദൈവത്തിന് ഐക്യത വരുത്താൻ പ്രയാസമുണ്ട്. But the God of Hezekiah, he was able to bring unity very easily. നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സ്ഥലം സഭ അനൈക്യതയിൽ ഭാരപ്പെടുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ കൃപാസനത്തിലേക്ക് ചെല്ലൂ. ദൈവത്തിന്റെ കൈ ഐക്യതയ്ക്ക് വേണ്ടി വ്യാപരിക്കും. If the church that you're involved in is as having disunity, go to the throne of grace and the hand of God will work to bring it to unity. അവിടെ പരിഹരിക്കപ്പെടാത്തൊരു പ്രശ്നവുമില്ല. There is no problem that we can find a solution to there. വീട്ടിലും സഭയിലും ഐക്യതയിലേക്കുള്ള വഴി അനുസരണം. In the church and in the family, the way to unity is true obedience. കുടുംബത്തെ ഭരിപ്പാൻ ദൈവം ആക്കിയ കുടുംബനാഥനെ കുടുംബാംഗങ്ങൾ അനുസരിക്കുമെങ്കിൽ കുടുംബം ഐക്യതയിൽ സാക്ഷ്യം വഹിക്കും. When the family obeys the husband who is ruling the family, then we find that there is unity in the family. സഭയെ ഭരിക്കുവാൻ ദൈവം നിയമിച്ച മൂപ്പന്മാരെ സഭാംഗങ്ങൾ അനുസരിക്കുമെങ്കിൽ സഭ ഐക്യതയിൽ സാക്ഷ്യം വഹിക്കും. And when the church members, when they accept the authority of the elders in taking care of the church, that is when we find unity. നെഹമ്യാവ് 10-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ ഉടർവിൻ ചരിത്രത്തിന്റെ ഒരു സൂചന ഇവിടെ പറയുകയാണ്. In Nehemiah chapter 10, I want to point out about that spiritual revival. 10-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. In chapter 10, the children of Israel are making certain decisions. അതിൽ മുദ്രയിടുന്ന ഒരു വലിയ കൂട്ടം നേതാക്കന്മാരെയും നമ്മൾ കാണുന്നു. And we see a great group of leaders there who are making a decision. വാക്യം 29 ഒരു മനോഹരമായ പ്രയോഗമുണ്ട്. In verse 29, we find a phrase like this. വ്യക്തികളായും കുടുംബങ്ങളായും ശ്രേഷ്ഠന്മാരായ തങ്ങളുടെ സഹോദരന്മാരോട് ചേർന്ന് ന്യായപ്രമാണ പ്രകാരം ജീവിക്കാൻ അവർ തീരുമാനിക്കുക. As their kingsmen and nobles and as families, they made a decision to observe all the commandments of God. മത്സരമുള്ള കാലഘട്ടത്തിൽ നേതൃത്വത്തിന് എതിരെ നിൽക്കുന്നതാണ് പ്രവണത. When there is disunity and when there is a competition among the believers, that is when there is disunity in the church. ഇസ്രായേൽ മക്കൾ തന്നെ എത്രയോ സന്ദർഭങ്ങളിൽ മോശയുടെ നേതൃത്വത്തിനെതിരെ മത്സരിച്ചു.
How many times the children of Israel, they had argued against the authority of Moses. പക്ഷെ ഇവിടെ നെഹമ്യാവിന്റെ കാലത്തുണ്ടായ ഉണർവിൽ ശ്രേഷ്ഠന്മാരായ നമ്മുടെ സഹോദരന്മാർ എടുത്ത തീരുമാനത്തോട് ജനം ഐക്യതയോടെ ചേർന്ന് നിന്നു. But during the time of revival in Nehemiah's time, the leaders among the people, they took a decision and they all stood together in unity. നമ്മുടെ വീട്ടിലും സഭയിലുമൊക്കെ ഐക്യതയുടെ സുഗന്ധം ആസ്വദിക്കുവാനായിട്ട് സാധിക്കും. In our homes and in our church, let us experience and smell that sweet savor of unity. പുതിയ സഭയിലുള്ള ഐക്യത സമാനതകളില്ലാത്തതാണ്. And the unity in the New Testament church has no comparison. 10-ാം അധ്യായത്തിന് 16-17 വാക്യങ്ങൾ നമ്മൾ കർത്തൃമേശയോടുള്ള ധാരാളമായി ചേർത്ത്. 1 Corinthians chapter 10 verse 17 and 18, we see that in connection with worship. നാം ഒരു അപ്പത്തിൽ നിന്ന് പങ്കാളികളായിട്ട് തീരുമ്പോൾ ഒരു വലിയ സത്യം സാക്ഷിക്കുകയാണ്. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. Since there is one bread, we who are many are one body. പ്രിയപ്പെട്ടവരെ, നാം സാക്ഷ്യം കൊടുക്കുന്നതായ കാര്യം എത്രയോ പ്രധാനപ്പെട്ടതാണ്. What an important truth that we are testifying here. ഒരു ശരീരത്തിന്റെ അവയവങ്ങൾ തമ്മിലുള്ള യോജിപ്പാണ് ഒരു സഭയിൽ വേണ്ടിയത്. It is the unity that we find among the members of a body, that is what we have to find in the church. സഭ ഇതിൽ മനോഹരമായ മാതൃകയാണ്. And we see a wonderful example about this church. പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വാക്യത്തിൽ ആ സഭയുടെ മാതൃക നമ്മൾ കാണുന്നുണ്ട്. In Acts chapter 4 and verse 32, we see about the Jerusalem church. ക്രിസ്തുവിന്റെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും ആരും പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. And the congregation of those who believed were one heart and one soul, and not one of them claimed anything belonging to him was his own, but all things were common property to them. ഈ ഐക്യത നമ്മുടെ സഭകളിൽ വിളങ്ങുമ്പോഴാണ് ഒരു സഭ ഉണർവിന്റെ പാതയിലേക്ക് വരുന്നത്. When this unity is reflecting in our churches, that is when our church is walking towards the path of revival. അനൈക്യതയുടെ അപകടം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊരിന്ത് സഭ തലമുറയുടെ മുമ്പിൽ മുന്നറിയിപ്പായിട്ട് നിൽക്കുന്നു. The Corinthian church is standing as a warning of what happens when there is disunity in the church. ഈ മുന്നറിയിപ്പ് ഈ കാലഘട്ടത്തിൽ സഭകൾ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ സഭാതല ചിത്രം കാണിക്കുന്നത്. And our church, the situation shows that our churches are not heeding this warning that is before us. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഐക്യതയുടെ അനുഗ്രഹത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. May the Spirit of God enable us to come to that blessed state of unity before God. 7-ാമത്തെയും ഒടുവിലത്തേതുമായ കാര്യം പറഞ്ഞ് ഈ ക്ലാസ് ഉപസംഹരിക്കാം. I want to talk about the seventh point and the final point and conclude. അതിശ്രേഷ്ഠമായ സ്നേഹമാർഗത്തിൽ ജയാളികളായി ജീവിക്കുന്നതാണ് ഉണർവിന്റെ ലക്ഷ്യം. The sign of true spiritual revival is when we walk in the path of true love towards one another. ദൈവത്തിന്റെ സ്നേഹം നേരിട്ട് അനുഭവിക്കേണ്ടതിനായി തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു ഇസ്രായേൽ. Israel was selected so that they would experience personally the love of God. ക്രൂശിൽ പ്രദർശിപ്പിക്കപ്പെട്ട സ്നേഹത്തിന്റെ ഗുണഭോക്താക്കളാണ് പുതിയ നിയമസഭയുടെ അംഗങ്ങളായിട്ടുള്ള നാം. We who are part of the New Testament church, we have experienced the love that was shown to us on the cross of Calvary. കർത്താവ് സഭയ്ക്ക് വേണ്ടിയാണ് മരിച്ചത്. എഫേസ്യർ 5:27. And the Lord Jesus died for his church. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം അനുഭവിക്കുന്ന സ്നേഹം എത്രയോ മഹത്തരമായ സ്നേഹം. And so, dearly beloved, the love that we are experiencing, what a marvelous love that is. അതുകൊണ്ട് നമ്മളെ സ്നേഹിച്ച നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. And so, with the Lord who has loved us so much, he has given us a great responsibility to love others. ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളത് എന്നിലുള്ള വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്.
It is a great responsibility that is in me that I love my Lord. ഞാൻ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കാനിടയായിട്ട് തീർന്നാൽ അവിടെ എല്ലാ കാര്യങ്ങളും ശരിപ്പെടുവാനിടയാണ്. If I am able to love the Lord with all my heart, with all my mind, with all my strength, with all my soul, then everything will be okay. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്ന ആളാണെങ്കിൽ ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കും. And if I am a person who is loving my Lord, I will be able to love my brother also. ഉണർവിന്റെ കാലം ദൈവജനം അന്യോന്യം സമൃദ്ധമായി സ്നേഹിച്ച കാലമാണ്. In the times of revival, the children of God, they loved each other so dearly. ഈ വേഗത്തിൽ ചില സൂചനകൾ പറഞ്ഞ അവസാനിപ്പിക്കാം. I want to quickly point out a few things and conclude. നെഹമ്യാവ് 5:10 വാക്യത്തിൽ അവർ ഉണർത്തപ്പെട്ടപ്പോൾ തീരുമാനിച്ചു. സഹോദരന്മാർക്ക് പലിശയ്ക്ക് പണം കൊടുത്തിട്ടുണ്ടായിരുന്നു, പലിശ ഉപേക്ഷിച്ച് കളയാൻ തീരുമാനിച്ചു. In Nehemiah chapter 5 and verse 10, we find there that they had given in lending to people and they let go of this usury. നെഹമ്യാവ് 10:31 വാക്യത്തിൽ 7-ാം ആണ്ടിന് വിമോചന സംവത്സരമായും എല്ലാ കടവും ഇളച്ചു കൊടുക്കുന്നതായും പ്രമാണിക്കുവാൻ ശപഥവും സത്യവും ചെയ്തു. In Nehemiah chapter 10 and verse 31, that they would forego the crops of the 7th year and exaction of every debt. നഷ്ടം സഹിച്ചുള്ള സ്നേഹം. It is a love that is bearing the loss. നെഹമ്യാവ് 8:10-12 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ When we come to Nehemiah chapter 8 and verse 10 and 11 and 12, അവരെ ആത്മീയ സന്തോഷം അനുഭവിക്കുമ്പോൾ ജനമെല്ലാം പോയി തിന്നുകയും കുടിക്കുകയും, അടുത്ത് പറയുന്നത് തങ്ങൾക്കായി വട്ടം കൂട്ടിട്ടില്ലാത്തവർക്ക് പകർച്ച കൊടുത്തയക്കുകയും ചെയ്തു. when they were gathered together to praise God, we read there that they gave to those who did not have and it found everything common. ദൈവത്തെ സ്നേഹിച്ച് അവരിൽ സഹോദരന്മാരോടുള്ള സ്നേഹം പ്രവൃത്തിയിൽ വെളിപ്പെട്ടു. When they loved the Lord, we find that their expression of love was also shown to their fellow brothers. സ്നേഹത്തിൽ ദയാളിയായി തീർന്നൊരു സഭയെ നാം പുതിയ നിയമത്തിൽ കാണുന്നു, തെസ്സലോനിക്ക സഭ. We see the Thessalonican church as a great example of that love. 4-ാം അധ്യായത്തിൽ 9-10 വാക്യങ്ങൾ അത് വെളിപ്പെടുത്തുന്നുണ്ട്. 1 Thessalonians chapter 4 verse 9 and 10 reflect that truth. സഹോദരപ്രീതിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചല്ലാതെ മക്കതോനിയിലെങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. For those no need to write to you, for you yourselves have taught by God to love one another, for indeed you do practice it toward all the brethren who are in Macedonia. ഈ സഭ സ്നേഹത്തിൽ അവരോട് സ്നേഹിക്കാൻ പ്രസംഗിച്ച ദൈവദാസന്മാരെ തൃപ്തിപ്പെടുത്തിയ സഭയാണ്. This church, they practice the love which the servants of God had taught them. സ്നേഹക്കുറവിന്റെ വരൾച്ച അനുഭവിക്കുന്ന സ്ഥലം സഭകൾക്ക് ഈ സഭയെ ഇന്നും മാതൃകയാക്കാം. And the churches that are experiencing the drought of love, we can see that this church is a wonderful example. ഒരു വ്യക്തി ഉണർത്തപ്പെട്ടാൽ ആ വ്യക്തി കർത്താവിനെ സ്നേഹിക്കും, കർത്താവിന്റെ ജനത്തെ സ്നേഹിക്കും. If a believer is revived, he will love the people of God and he will love God's children. ഉണർവുള്ള സഭ കർത്താവിനെ സ്നേഹിക്കും, അവർ അന്യോന്യവും സ്നേഹിക്കും. A church that is revived, the church will love the Lord and they will love one another. സ്നേഹത്തിൽ നമുക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയെ സംബന്ധിച്ച് മാനസാന്തരപ്പെട്ട് ക്രമപ്പെടുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. If there are shortcomings in our love, let us find where we have fallen, come back to God and renew the love that we have towards one another. ഏറെ ആത്മീക തളർച്ചയുടെ നടുവിലാണ് ദാനിയേൽ ഉണർന്നു ജീവിച്ചത്. It was in the midst of great spiritual drought that Daniel lived for the Lord. ഉണർന്നു ജീവിച്ച ദാനിയേൽ തന്റെ ജനത്തിന്റെ ഉണർവിനായി പ്രാർത്ഥിച്ചു. Daniel, who had a life of revival, he prayed for the life of revival for Israel. ദിവസങ്ങളിൽ വളരെ പരിമിതികളിലാണ് ജീവിക്കുന്നത്.
In these days, we are living with a lot of limitations. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീടിനകത്ത് അധികം സമയം ചെലവഴിക്കുന്ന ഈ നാളുകളിലും നമുക്ക് ഉണർത്തപ്പെടാം. Dearly beloved, even when we are spending a lot of time in our own homes, let us be revived and awakened. നമുക്ക് നമ്മുടെ സഭകളുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാം. Let us pray for the revival of our churches. ദാനിയേലിന്റെ പ്രാർത്ഥന കേട്ടു. വചനം പഠിപ്പിക്കാൻ ഒരു എസ്രയെ ദൈവം ഉണർത്തി. God heard the prayer of Daniel, and God raised up an Ezra for his people. നാം നേരത്തെ ചിന്തിച്ചതുപോലെ എസ്രയുടെ അടുക്കൽ ചുറ്റും നിന്ന് വചനത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുവാൻ ഒരു ചെറിയ കൂട്ടത്തെ ദൈവം രൂപപ്പെടുത്തി. And around Ezra there was a small group of people who rose up to teach the children his word. ദൈവജനം ഒന്നടങ്കം ദൈവത്തിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് അവർ ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിച്ചു വന്നു. And the children of God, all of them, they agreed to obey the word of God and come back to the word of God. ഈ ഉണർവിന് മുന്നണി പോരാളിയായി നിൽക്കാൻ ദൈവം ഒരു നെഹമ്യാവിനെ എഴുന്നേൽപ്പിച്ചു. And God raised up Nehemiah as a forerunner for this great revival. ഈ ഉണർവിൻ വഴിത്താരയിൽ രാജകീയ പിൻബലം കൊടുക്കാൻ ഒരു കോരശിനെയും അർത്ഥവിശിഷ്ട രാജാവിനെയും ദൈവം ഉണർത്തി. And God raised up Koresh and Artaxerxes the king to support in this great revival. പരമാധികാരിയായ ദൈവത്തിന് തന്റെ പദ്ധതികളുടെ നടത്തിപ്പിന് വേണ്ടി ആരെയും ഉപയോഗിക്കാം. God, who is sovereign in his plans, he can raise up anyone to fulfill his will. നമുക്ക് വ്യക്തിപരമായി ഉണരാം. Let us personally awaken ഉണർവിനായിട്ട് പ്രാർത്ഥിക്കാം. and let us pray for revival. 68 സംഗീതത്തിൽ 20ാമത്തെ വാക്യം പറഞ്ഞ് ഞാൻ ഈ പഠനം അവസാനിപ്പിക്കട്ടെ. I want to conclude by saying Psalm 68 and verse 20. ദൈവം നമുക്ക് ഉദ്ധാരണം നൽകും. Psalm 68 and verse 20. God to us is a God of deliverances. നമ്മുടെ ദൈവം നിശ്ചയമായിട്ട് നമ്മെ ഉദ്ധരിക്കും. Dearly beloved, our God will definitely deliver us. നമുക്ക് അത് വിശ്വസിക്കാം. Let us believe that. ആ ഉദ്ധാരണത്തിന് വേണ്ടി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. And for that deliverance, let us surrender our personal lives before God. രാത്രി നമ്മൾ ഓരോരുത്തരും ആ ഉണർവ് തുടങ്ങട്ടെ. And in each one of us, let that revival begin tonight. നമ്മുടെ സഭകളിലേക്ക് അത് പടരട്ടെ. And let that also spread into our churches. രാത്രി നമ്മുടെ കർത്താവ് വരുന്നെങ്കിൽ ഉണർവോടെ ഉണർന്നിരുന്ന് നമ്മുടെ കർത്താവിനെ എതിരേൽപ്പാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കും. Tonight, if our Lord is coming, let us be awakened and revived and eagerly wait and accept the coming of our Lord. നിങ്ങളോട് ദൈവത്തിന്റെ വചനം പറയാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ ദൈവാവസരം ഞാൻ സന്തോഷിക്കുന്നു. നാമത്തിലുള്ള നന്ദിയെ പ്രകാശിക്കുന്നു. I express my gratitude for giving this opportunity to me so that I could minister the word to you. May the precious name of our Lord be glorified. Amen.